ഹൈറിച്ച് ഉടമകൾ നടത്തിയത് സമാനതകളില്ലാത്ത തട്ടിപ്പെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ക്രിപ്റ്റോ കറൻസിയുടെയും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെയും മറവിലാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. 3 ദിവസങ്ങളിലായി ചേലക്കരയിൽ നടന്ന ജില്ലാ ക്ഷീര കർഷക സംഗമം സമാപിച്ചു. തീറ്റപ്പുൽ കൃഷി, പശു വളർത്തൽ എന്നിവയ്ക്ക് സബ്സിഡി നൽകി പാൽ ഉൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പരിയാരത്ത് തിരുനാളിനിടെ പൊട്ടിച്ച പടക്കം തെറിച്ചു വീണ ബൈക്കിന് തീപിടിച്ച യുവാവിന് ഗുരുതര പരിക്കേറ്റു. പരിയാരം സ്വദേശി ശ്രീകാന്തിനാണ് പരിക്കേറ്റത്. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ കണ്ണൻ ചരിഞ്ഞു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് 3 മാസത്തോളമായി ചികിത്സയിലായിരുന്നു. കണ്ണന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 39ആയി. കൊടുങ്ങല്ലൂരിൽ ധനകാര്യ സ്ഥാപനത്തിൽ മോഷണം. കമ്പ്യൂട്ടറുകളും പ്രിന്ററും കവർന്നു. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഷട്ടറിന്റെ താഴ് മുറിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. കുന്നംകുളം കാവിലക്കാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ദേശക്കാർ തമ്മിൽ സംഘർഷം. ആനകളുടെ ഉയരത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലെത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. ഹൈറിച്ച് ഉടമകൾ നടത്തിയത് സമാനതകളില്ലാത്ത തട്ടിപ്പെന്ന് ഇ.ഡി. ആയിരക്കണക്കിന് പേരിൽ നിന്നായി ദമ്പതികളായ ചേർപ്പ് സ്വദേശി കെ.ഡി. പ്രതാപനും ശ്രീനയും സമാഹരിച്ചത് 1157 കോടിയെന്നാണ് ഇ.ഡി. കണ്ടെത്തിയത്. ഇരുവരും ക്രിപ്റ്റോ കറൻസിയുടെയും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെയും മറവിലാണ് തട്ടിപ്പ് നടത്തിയത്. മെമ്പർഷിപ്പ് ഫീസ് എന്ന പേരിലാണ് ഇടപാടുകാരിൽ നിന്ന് പണം സ്വീകരിച്ചത്. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ഹൈറിച്ച് സ്മാർട്ടെക് എന്ന കമ്പനിയുടെ പേരിലാണ്. 2022-23 സാമ്പത്തിക വർഷം കമ്പനി സമാഹരിച്ചത് 20 കോടി രൂപയാണ്. ഇടപാടുകാർക്ക് വാഗ്ദാനം ചെയ്തത് 15% പലിശയും 500% വാർഷിക ലാഭവുമായിരുന്നു. ഹൈറിച്ച് ഉടമകളുടെ സ്ഥിര നിക്ഷേപമടക്കം 211 കോടി രൂപ ഇ.ഡി. മരവിപ്പിച്ചിരുന്നു. തീറ്റപ്പുൽ കൃഷി, കാലിത്തീറ്റ, പശു വളർത്തൽ എന്നിവയ്ക്ക് സബ്സിഡി നൽകി പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. 3 ദിവസങ്ങളിലായി ചേലക്കരയിൽ നടന്ന തൃശൂർ ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ 1 വർഷത്തിനുള്ളിൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ വർഷം 50 പഞ്ചായത്തുകളിൽ കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പശുവിനെ വിറ്റ് മത്സരത്തിൽ പങ്കെടുത്ത ജില്ലയിലെ വിദ്യാർത്ഥിക്ക് വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പശുവിനെ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. മികച്ച ക്ഷീര കർഷകർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ, എറണാകുളം മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ എം.ടി. ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിയാരത്ത് തിരുനാളിനിടെ പൊട്ടിച്ച പടക്കം തെറിച്ചു വീണ് ബൈക്കിന് തീപിടിച്ച യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. പരിയാരം കടുങ്ങാട് മുലയത്തിൽ വീട്ടിൽ ശ്രീകാന്തിനാണ് പരിക്കേറ്റത്. യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്പതിരുനാളിന്റെ പ്രദക്ഷിണം കടന്നു പോകുമ്പോൾ പൊട്ടിച്ച പടക്കമാണ് സമീപത്ത് വെച്ചിരുന്ന ബൈക്കിലേക്ക് തെറിച്ച് തീ പടർന്നത്. ബൈക്കിൽ ഇരുന്നിരുന്ന ശ്രീകാന്തിന് പെട്ടെന്ന് ഒഴിഞ്ഞുമാറാൻ കഴിഞ്ഞില്ല. യുവാവിന്റെ ദേഹമാസകലം പൊള്ളലേറ്റു. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ കണ്ണൻ ചരിഞ്ഞു. കെട്ടുംതറയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് 3 മാസത്തോളമായി ചികിത്സയിലായിരുന്നു. ദേവസ്വം രേഖകൾ പ്രകാരം 63 വയസ്സാണ് കണക്കാക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ആനയോട്ടത്തിൽ 9 തവണ ജേതാവായിട്ടുണ്ട്. തുടർച്ചയായി 8 തവണ വിജയിയായ കണ്ണൻ സ്ഥിരമായി ആനയോട്ടത്തിൽ പങ്കെടുക്കാറുണ്ട്. കിഡ്നി, കരൾ രോഗ ചികിത്സ നൽകി വരികയായിരുന്നു. കാറ്റിൽ ശരീരത്തിൽ പൊട്ടുന്ന അസുഖവുമുണ്ട്. തൊലിപ്പുറത്ത് പാടുകൾ കണ്ടതിനെ തുടർന്ന് ആയുർവേദ ചികിത്സയും നൽകിയിരുന്നു. 1955 ഓഗസ്റ്റ് 27-ന് തൃശൂർ പി.എൻ. ബലറാമാണ് കണ്ണനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. ഞായറാഴ്ച രാവിലെ ജഡം കോടനാട്ടേക്ക് കൊണ്ടുപോകും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കോടനാട് വനത്തിൽ സംസ്കരിക്കും. കണ്ണൻ ചരിഞ്ഞതോടെ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 39ആയി ചുരുങ്ങി. കണ്ണന്റെ വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടി ശങ്കരനാരായണൻ. തനി നാട്ടാനയായ കൊമ്പൻ കണ്ണൻ 1955-ലാണ് ഗുരുവായൂരിൽ എത്തുന്നത്. 2 മാസം ആകുമ്പോഴേക്കും കണ്ണന്റെ മേൽനോട്ടം ശങ്കരനാരായണൻ ഏറ്റെടുത്തു. 9 വർഷം ശങ്കരനാരായണനായിരുന്നു കണ്ണന്റെ ചട്ടക്കാരൻ. ശങ്കരനാരായണൻ 17 വർഷം മുമ്പ് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് റിട്ടയർ ചെയ്തെങ്കിലും കണ്ണനുമായുള്ള ആത്മബന്ധം തുടർന്നു. ശാന്തപ്രകൃതമായിരുന്നു കണ്ണന്റേതെന്ന് ശങ്കരനാരായണൻ പറഞ്ഞു. കണ്ണന്റെ വിയോഗം അറിഞ്ഞതോടെ ആനത്താവളത്തിലേക്ക് ഓടിയെത്തി. പിന്നെ കണ്ണനുമേൽ വീണ് പൊട്ടിക്കരഞ്ഞു. തളർന്നവശനായ ശങ്കരനാരായണനെ ദേവസ്വം ചെയർമാന്റെ
പേഴ്സണൽ അസിസ്റ്റന്റ് വൈശാഖ് താമരയൂരും ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവിയും ചേർന്നാണ് ആശ്വസിപ്പിച്ചത്. ഞാൻ ഈ ആനയിൽ 9 വർഷമായി പണിയെടുത്ത് ഇന്നേ വരെ ഈ ആന ഒരാളെ ഉപദ്രവിച്ചൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. പല പൂരങ്ങളിലും പല അമ്പലങ്ങളിലും പോയി പരിപാടി നടത്തിയിട്ടുണ്ട്. ആനോട്ടത്തിൽ ഫസ്റ്റാണ്. എല്ലാ കൊല്ലം ജയിക്കണ ഒരു ആന ഇതാണ്. സ്ഥിരമായിട്ട് 8 വർഷം ഞാനും എൻ്റെ തുണക്കാരൻ 1 കൊല്ലം വേറെ ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ ധനകാര്യ സ്ഥാപനത്തിൽ മോഷണം. കമ്പ്യൂട്ടറുകളും പ്രിന്ററും കവർന്നു. കിഴക്കേനടയിൽ പ്രവർത്തിക്കുന്ന സൂര്യ ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിലാണ് കവർച്ച നടന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഷട്ടറിലെ താഴ് മുറിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് സ്ഥാപനത്തിന് അകത്തുള്ള ലോക്കർ തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. സ്ഥാപനം തുറക്കാൻ എത്തിയവരാണ് മോഷണ വിവരം അറിഞ്ഞത്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. കുന്നംകുളം കാവിലക്കാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ദേശക്കാർ തമ്മിലടിച്ചു. ആനയെ വരിയിൽ നിർത്തുന്നത് ചൊല്ലിയായിരുന്നു തെക്കുഭാഗം ചിറ്റഞ്ഞൂർ ദേശവും സമന്വയ ചിറ്റഞ്ഞൂർ ദേശവും ഏറ്റുമുട്ടിയത്. തൃക്കടവൂർ ശിവരാജുവിനെയും ചിറക്കൽ കാളിദാസിനെയും ഉത്സവത്തിന് നിർത്തുന്നതിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത്. പൂരത്തിന് കേരളത്തിലെ വിവിധയിടങ്ങളിലുള്ള തലപ്പൊക്കമുള്ള ആനകളെ പങ്കെടുപ്പിച്ചിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ പൂരത്തിനെത്തിയിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ നടുവിൽ നിർത്തി തൃക്കടവൂർ ശിവരാജുവിനെയും ചിറക്കൽ കാളിദാസിനെയും അടുത്തു നിർത്താനുള്ള ശ്രമങ്ങളാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. രണ്ടാമത്തെ തലപ്പൊക്കമുള്ള ആന ചിറക്കൽ കാളിദാസനാണെന്ന് ഉത്സവ കമ്മിറ്റിക്കാർ വാദിച്ചു. ഇത് സമ്മതിക്കാതെ വന്നത് സംഘർഷത്തിന് ഇടയാക്കുകയായിരുന്നു. സംഘർഷം ഉടലെടുത്തതോടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആനകളെ പാപ്പാന്മാർ പുറകിലോട്ട് മാറ്റിയത് വലിയ അപകടം ഒഴിവാക്കി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മമ്പറമ്പിൽ വീട്ടിൽ രഞ്ജിത്തിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ കൈക്കലാക്കുകയും തന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്താണ് പ്രതി പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ സിവിൽ നിർമ്മാണ പ്രവൃത്തികൾ ജൂൺ മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കണമെന്ന് റവന്യൂ മന്ത്രി K രാജൻ അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി. വിവിധ ഇടങ്ങളിൽ നിന്നും മൃഗങ്ങളെ എത്തിക്കുന്ന പ്രക്രിയ സമാന്തരമായി നടപ്പിലാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കിഫ്ബി ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും യോഗത്തിൽ മന്ത്രി അറിയിച്ചു. സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, ഡയറക്ടർ R കീർത്തി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശാശ്വത് ഗോർ, ACF നജ്മൽ അമീൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അധ്യയന വർഷത്തിന്റെ അവസാന വേളകളിൽ നടത്തുന്ന സെൻഡ് ഓഫ് ചെലവ് കുറഞ്ഞ രീതിയിൽ നടത്തണമെന്നും അധ്യാപകർ അത് നടപ്പിലാക്കണമെന്നും ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ നിർദ്ദേശിച്ചു. ജില്ലാ വികസന സമിതി യോഗത്തിലാണ് കളക്ടർ നിർദ്ദേശം നൽകിയത്. സെൻഡ് ഓഫ് ചിലവ് എല്ലാ രക്ഷിതാക്കൾക്കും വഹിക്കാൻ കഴിയുന്ന ഒന്നാകണമെന്ന് ET ടൈസൺ MLA ആണ് യോഗത്തിൽ ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച് നടപടിയെടുക്കാൻ കളക്ടർ പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ കടപ്പുറം പഞ്ചായത്തിലെ ഐസൊലേഷൻ വാർഡിൽ വൈദ്യുതി, വെള്ളം എന്നിവയ്ക്ക് സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന് യോഗത്തിൽ NK അക്ബർ MLA ആവശ്യപ്പെട്ടു. ഗുരുവായൂർ റെസ്റ്റ് ഹൌസ് മതിൽ നിർമ്മാണവുമായി നിലനിൽക്കുന്ന പ്രശ്നം സംബന്ധിച്ച് ഈ മാസം ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരാനും തീരുമാനമായി. എന്ത് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയുമാണ് മുഖ്യമന്ത്രിക്കുള്ളതെന്നും അതുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിച്ച അണ്ടത്തോട് സബ് രജിസ്റ്റർ ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. NK അക്ബർ MLA അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷഹീർ, TV സുരേന്ദ്രൻ, NMK നബീൽ, രജിസ്ട്രേഷൻ ഉത്തര മധ്യമേഖല ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ OA സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മതത്തിന്റെ പേരിൽ മനസ്സുകളെ പങ്കുവയ്ക്കാൻ മത്സരം നടക്കുമ്പോൾ സംഗീതം മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിക്കുന്നുവെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. അന്നമനട പരമൻ ഫൗണ്ടേഷന്റെ 2ാമത് സർഗപ്രഭ പുരസ്കാരം ഗായകൻ P ജയചന്ദ്രന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷനായിരുന്നു. ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായി. അഡ്വക്കേറ്റ് VV ജയരാമൻ പരമൻ അന്നമനടയെയും PK കിട്ടൻ, മാള അരവിന്ദനെയും അനുസ്മരിച്ചു. സംസ്ഥാന വയോസേവാ പുരസ്കാരം നേടിയ അന്നമനട പഞ്ചായത്തിനും ഫോക്ലോർ അക്കാദമി അവാർഡിന് അർഹമരായ മുടിയേട്ട് കലാകാരൻ
ശങ്കരനാരായണക്കുറുപ്പ്, കാവടി ചിന്ത് കലാകാരൻ കൃഷ്ണകുമാർ, സംസ്ഥാന യുവജനോത്സവ വിജയികളായ അസ്ന ഷെറിൻ, ശ്രീഹരി രതീഷ്, ഗൗരി ഷിലിൻ, പൂജ എന്നിവർക്കും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് സംഘിന്റെ 5ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. BMS ദക്ഷിണ ക്ഷേത്രീയ സഹസംഘടനാ സെക്രട്ടറി MP രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് സംഘ് പ്രസിഡന്റ് ബിജു B നായർ അധ്യക്ഷനായിരുന്നു. ഫെറ്റോ പ്രസിഡന്റ് SK ജയകുമാർ, PG ഡിവിഷൻ വൈൽഡ് ലൈഫ് വാർഡൻ PM പ്രഭു, BS ഭദ്രകുമാർ, D ജയൻ, TN രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉയരത്തിൽ പേരുകേട്ട കൊമ്പൻ തൃക്കടവൂർ ശിവരാജു ഗുരുവായൂരപ്പനെ തൊഴുതു വണങ്ങാനെത്തി. രാവിലെ കിഴക്കേനടയിലെ ദീപസ്തംഭത്തിന് സമീപം തുമ്പിക്കൈ ഉയർത്തി ഭഗവാനെ തൊഴുതു വണങ്ങി. ആനയുടെ പേരിൽ പ്രത്യേകം വഴിപാടുകളും നടത്തി. ക്ഷേത്ര മാനേജർ ലൈജു പ്രസാദ് ആനയ്ക്ക് കദളിക്കുല നൽകി. ആനയ്ക്ക് ചാർത്താനുള്ള കളഭവും പ്രസാദവും പാപ്പാൻ ഏറ്റുവാങ്ങി. ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെത്തി. ഗജരാജൻ കേശവന്റെയും ഗജരത്നം പത്മനാഭന്റെയും പ്രതിമകൾക്ക് മുന്നിലും ആന തുമ്പിക്കൈ ഉയർത്തി വണങ്ങി. തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള തൃക്കടവൂർ ശിവരാജു എന്ന ഏറെ ആരാധകരുള്ള കൊമ്പൻ ആദ്യമായാണ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തുന്നത്. തൃക്കടവൂർ ശിവരാജു എത്തിയതറിഞ്ഞ് ആരാധകർ ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടി. പപ്പന്മാരായ K ഗോപാലകൃഷ്ണൻ, G മനോജ്, KK അനീഷ്, TG ദീപു എന്നിവർക്കൊപ്പം ആനപ്രേമി സംഘം പ്രസിഡന്റ് KP ഉദയൻ, P ബാബുരാജ് എന്നിവരും ഉണ്ടായിരുന്നു. ഭിന്നശേഷി മേഖലയിലെ മികച്ച സ്ഥാപനത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ പെരിങ്ങണ്ടൂർ പോപ്പ് പോൾ മേഴ്സി ഹോമിന് തൃശൂർ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ആദരം നൽകി. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷനായിരുന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA സ്വീകരണം നിർവഹിച്ചു. അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, പോപ്പ് പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്, ഡോക്ടർ മേരി റെജീന തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞാണി മണലൂർ സ്വദേശിയും ഭാരതീയ വിദ്യാമന്ദിറിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ പ്രസിദ്ധന് കമ്പം ഡ്രോൺ നിർമ്മാണത്തിലാണ്. യൂട്യൂബിൽ നിന്ന് പഠിച്ചെടുത്ത വിദ്യ പ്രായോഗികമായപ്പോൾ അവന്റെ കൊച്ചു മനസ്സിൽ മുട്ടിട്ട ആഗ്രഹങ്ങളും ചിറക് വിടർത്തി ആകാശത്തേക്ക് പറന്നുയരുകയായിരുന്നു. മണലൂർ ബാങ്ക് സെന്ററിന് സമീപം റിട്ടയേർഡ് KSEB ജീവനക്കാരനായ കാട്ടിക്കോവിൽ പ്രകാശിന്റെയും ഭാര്യ സുനന്ദയുടെയും 2 മക്കളിൽ ഇളയവനായ പ്രസിദ്ധാണ് ഇപ്പോൾ തന്റെ മനസ്സിൽ മുട്ടിട്ട ആഗ്രഹ സഫലീകരണത്താൽ പ്രസിദ്ധനായിരിക്കുന്നത്. ഡ്രോണിന്റെ നിർമ്മിതിക്ക് ആവശ്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പറപ്പിക്കുന്നതിനുള്ള പ്രൊപ്പല്ലറുകളും ഇത് നിയന്ത്രിക്കുന്നതിനുള്ള റിമോട്ട് നിർമ്മാണത്തിനുള്ള സാമഗ്രികളുമെല്ലാം പ്രസിദ്ധ തന്നെയാണ് സൂക്ഷ്മതയോടെ മനസ്സിലാക്കി ഇതിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഏകദേശം 3000 രൂപയോളം ചിലവ് ചെയ്ത് തീരെ ചെറിയ ഒരു ഡ്രോണാണ് പ്രസിദ്ധ് ഇപ്പോൾ രൂപകൽപ്പന നടത്തിയിട്ടുള്ളത്. ഇതിൽ ക്യാമറ കൂടി ഘടിപ്പിക്കുകയാണെങ്കിൽ ഇതുപയോഗിച്ച് ആകാശതലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുമെന്ന് പ്രസിദ്ധ് പറയുന്നു. ഡ്രോൺ കിറ്റ് വാങ്ങിച്ചപ്പോൾ അതിൽ എല്ലാ പാർട്സ് കിട്ടും. അപ്പോൾ എല്ലാ പാർട്സ് കൊണ്ട് അസംബിൾ ചെയ്തതാ. ഒരു എക്സ്ട്രാ ക്ലിപ്പുണ്ട്. പക്ഷേ ക്യാമറനും കൂടി ഇത്തിരി കൂടി റേറ്റ് ആവും. അതിന് ഒരു 2000 ഒക്കെ ആവും. വെക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ക്ലിപ്പ് ഉണ്ട് ഇവിടെ. ഡ്രോണിന്റെ നിർമ്മാണത്തിൽ മാതാപിതാക്കളിൽ നിന്നും നല്ല സഹകരണം ലഭിച്ചു. നല്ല ഒരു ചിത്രകാരൻ കൂടിയായ പ്രസിദ്ധ് ഇതുകൂടാതെ സൈക്കിളിന്റെ ഡൈനാമോയും ക്രിസ്മസ് നക്ഷത്രവുമൊക്കെ ഇതിനു മുൻപ് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയ ഡ്രോണിന് അധികം ഉയരത്തിൽ പറക്കുന്നതിനുള്ള ശേഷി കുറവാണ്. എങ്കിലും അതിനാവശ്യമായ കൂടുതൽ ശേഷിയുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാൽ ഈ കുറവും പരിഹരിക്കാനാകുമെന്നും പ്രസിദ്ധ് പറഞ്ഞു. VDS വിദ്യാർത്ഥിയായ പ്രണവ് പ്രസിദ്ധിന്റെ സഹോദരനാണ്. TCV അന്തിക്കാട്. എഞ്ചിൻ നിലച്ച് ആഴക്കടലിൽ കുടുങ്ങിയ വള്ളത്തിലെ 40 തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ പെരിഞ്ഞനം സ്വദേശി ജിബിന്റെ ഉടമസ്ഥതയിലുള്ള വരാഹം എന്ന മത്സ്യബന്ധന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. അഴീക്കോട് നിന്നും 7 നോട്ടിക്കൽ മൈൽ അകലെ നായരമ്പലം തെക്ക് പടിഞ്ഞാറായിരുന്നു അപകടം. എഞ്ചിൻ നിലച്ച വള്ളം കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വള്ളം സുരക്ഷിതമായി അഴീക്കോട് ഹാർബറിൽ എത്തിച്ചു. കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറലായി ഫാദർ റോക്കി റോബി കളത്തിലിനെ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നിയമിച്ചു. മുളകുന്നത്തുകാവ് സെന്റ് ജോസ് ഭവൻ ഡയറക്ടർ, രൂപത PRO, രൂപത ആലോചന സമിതി അംഗം, തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളി വികാരി, കേരള ലാറ്റിൻ കാത്തലിക് ഹിസ്റ്ററി അസോസിയേഷൻ ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 9 ചുമതലയേൽക്കും.
തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും പത്രപ്രവർത്തനത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും നേടിയിട്ടുണ്ട്. കോട്ടപ്പുറം രൂപതയിലെ ചാലക്കുടി ഹോളി ഫാമിലി ഇടവകയിൽ ആളൂരിലെ കളത്തിൽ വർഗീസ് കൊച്ചുത്രേസ്യ ദമ്പതികളുടെ മകനാണ്. 2003 ജനുവരി 1 വൈദിക പട്ടം സ്വീകരിച്ചത്. സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായറാഴ്ച മുതൽ ഫെബ്രുവരി 3 വരെ തൃശൂർ സാഹിത്യ അക്കാദമിയിലും ടൗൺ ഹാളിലുമാണ് സാഹിത്യോത്സവം നടക്കുന്നത്. 100-ലേറെ സെഷനുകളിലായി 500-ഓളം എഴുത്തുകാരും ചിന്തകരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുക്കും. 7 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി ഇലകൾ കൊണ്ട് തീർത്ത കലാസൃഷ്ടി കൗതുകമായി മാറി. ആധാരം രജിസ്ട്രേഷൻ രംഗത്ത് സർക്കാർ കൊണ്ടുവരുന്ന നൂതന സംവിധാനത്തിൽ തൊഴിലാളികളേറെ ആശങ്കാകുലരാണെന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനം ആവശ്യമാണെന്നും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വകുപ്പ് മന്ത്രിക്ക് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ മികച്ച വരുമാനങ്ങളിൽ ഒന്നായ രജിസ്ട്രേഷൻ മേഖലയിൽ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. എങ്കിലും ഈ മേഖലയിലെ നട്ടെല്ലായ ആധാരമെഴുത്തുകാരെ നിരാലംബരാക്കുന്ന നടപടി LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാധരൻ അധ്യക്ഷനായി. ചാലക്കുടി നഗരസഭ വൈസ് ചെയർമാൻ ആലീസ് ഷിബു, വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P സതീദേവി, സംസ്ഥാന സെക്രട്ടറി വൃന്ദാമണി തുടങ്ങിയവർ പങ്കെടുത്തു. പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടനെല്ലൂർ റീജൻസി ക്ലബ്ബിൽ നടത്തിയ കുടുംബ സംഗമം മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ K രാധാകൃഷ്ണൻ, K രാജൻ, TN പ്രതാപൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു. വിവിധ മത്സരങ്ങളും പ്രസ് ക്ലബ്ബ്, പാട്ട് ക്ലബ്ബ് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV വിനീത, ജില്ലാ പ്രസിഡന്റ് O രാധിക, സെക്രട്ടറി പോൾ മാത്യു, ട്രഷറർ K ഗിരീഷ്, വൈസ് പ്രസിഡന്റ് K കൃഷ്ണകുമാരി, ജോയിന്റ് സെക്രട്ടറി റാഫി M ദേവസി, B സതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്യശാസ്ത്രത്തിന്റെ സിദ്ധാന്തവും പ്രയോഗവും പരിചയപ്പെടുത്തുന്ന ദക്ഷിണ മുഗ്ഗുരം ശില്പശാലയ്ക്ക് തുടക്കമായി. മായന്നൂർ തട്ടകത്തിൽ പ്രശസ്ത തോൽപ്പാവക്കൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ കൊടിയേറ്റിയതോടെയാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാലയ്ക്ക് തുടക്കമിട്ടത്. പത്മശ്രീ രാമചന്ദ്ര പുലവർ, ഡോക്ടർ കലാമണ്ഡലം സുഗന്ധി, ഡോക്ടർ NR ഗ്രാമപ്രകാശ്, കലാമണ്ഡലം മായ എന്നിവർ ചേർന്ന് ദീപപ്രജ്വലനം നടത്തി. സുകുമാരി നരേന്ദ്രമേനോൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ, ഡോക്ടർ CM നീലകണ്ഠൻ, ഡോക്ടർ KP ശ്രീദേവി, ഡോക്ടർ പാഴൂർ ദാമോദരൻ, ഡോക്ടർ NR ഗ്രാമപ്രകാശ് എന്നിവർ സംസാരിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ട കാൽവരി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട BJP വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. BJP തൃശൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ദിനേഷ് കുമാർ കരിപ്പേരിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് ഗീതാ വേണുഗോപാൽ അധ്യക്ഷയായിരുന്നു. ഏരിയ ജനറൽ സെക്രട്ടറി ഹാരിഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് മനോജ് നെല്ലിക്കാട്, യുവമോർച്ച സംസ്ഥാന സമിതി അംഗം സജിത് നായർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ശക്തിബോധി ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ രാമായണ വിചാരസത്രം സംഘടിപ്പിച്ചു. ബ്രഹ്മസ്വമഠം സെക്രട്ടറി വടക്കുംപാട്ട് നാരായണൻ വിചാരസത്രം ഉദ്ഘാടനം ചെയ്തു. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി അധ്യക്ഷനായിരുന്നു. N നന്ദകിഷോർ, സൈഫുദ്ദീൻ അൽ ഖാസിമി, PJ ആന്റണി, ഡോക്ടർ PM ജവഹർലാൽ, ഡോക്ടർ KG വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടലിൽ നിന്ന് 66 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിലായി. പലക്കാട്ട് പയ്യൂർ സ്വദേശി മമ്മസ്ര ഇല്ലത്ത് വീട്ടിൽ അബു, കേച്ചേരി തലക്കൂട്ടുകര സ്വദേശി കറുപ്പച്ചാൽ വീട്ടിൽ നിതിൻ എന്നിവരെയാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് പിടികൂടിയത്. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അബുവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് MDMA പിടികൂടിയത്. പൂരവും മറ്റ് ആഘോഷങ്ങളും മുന്നിൽ കണ്ടാണ് പ്രതികൾ MDMA സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. വാണിജ്യം. പതിനേഴ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ ബിൽഡേഴ്സായ അസറ്റ് ഹോംസ്
തൃശൂരിൽ നിർമ്മിക്കുന്ന അസറ്റ് മജസ്റ്റിക്കിലെ സാമ്പിൾ ഫ്ളാറ്റ് തുറന്നു. തൃശൂർ കുരിയച്ചിറയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന അസറ്റ് മജസ്റ്റിക്കിലെ സാമ്പിൾ ഫ്ളാറ്റ് JV പാർട്ണർ ജെസി മാത്യു, കോർപ്പറേഷൻ കൌൺസിലർ ആൻസി ജേക്കബ് പുലിക്കോട്ടിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കുരിയച്ചിറയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന 2 BHK, 3 BHK ആഡംബര ഫ്ളാറ്റുകളുടെ പദ്ധതിയായ അസറ്റ് മജസ്റ്റിക് അടുത്ത വർഷം തന്നെ നിർമ്മാണം പൂർത്തിയാക്കി ഉടമകൾക്ക് കൈമാറുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത അസറ്റ് ഹോംസ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽ കുമാർ പറഞ്ഞു. 17 വർഷങ്ങൾക്കിടെ 76 പദ്ധതികളാണ് അസറ്റ് ഹോംസ് നിർമ്മാണം പൂർത്തിയാക്കിയത്. നിലവിൽ സംസ്ഥാനത്തെ 9 ജില്ലകളിലായി 34 പദ്ധതികൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ assethomes.in എന്ന വെബ്സൈറ്റിലും 8943099999 എന്ന നമ്പറിലും ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഹൈറിച്ച് ഉടമകൾ നടത്തിയത് സമാനതകളില്ലാത്ത തട്ടിപ്പെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ക്രിപ്റ്റോ കറൻസിയുടെയും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെയും മറവിലാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. 3 ദിവസങ്ങളിലായി ചേലക്കരയിൽ നടന്ന ജില്ലാ ക്ഷീര കർഷക സംഗമം സമാപിച്ചു. തീറ്റപ്പുൽ കൃഷി, പശുവളർത്തൽ എന്നിവയ്ക്ക് സബ്സിഡി നൽകി പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പരിയാരത്ത് തിരുനാളിനിടെ പൊട്ടിച്ച പടക്കം തെറിച്ചു വീണ ബൈക്കിന് തീപിടിച്ച് യുവാവിന് ഗുരുതരമായി പൊള്ളലേറ്റു. പരിയാരം സ്വദേശി ശ്രീകാന്തിനാണ് പരിക്കേറ്റത്. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ കണ്ണൻ ചരിഞ്ഞു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് 3 മാസത്തോളമായി ചികിത്സയിലായിരുന്നു. കണ്ണന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 39 ചുരുങ്ങി. കൊടുങ്ങല്ലൂരിൽ ധനകാര്യ സ്ഥാപനത്തിൽ മോഷണം. കമ്പ്യൂട്ടറുകളും പ്രിന്ററും കവർന്നു. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഷട്ടറിന്റെ താഴെ മുറിച്ചാണ് മോഷ്ടാക്കളകത്ത് കടന്നത്. കുന്നംകുളം കാവിലക്കാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ദേശക്കാർ തമ്മിൽ സംഘർഷം. ആനകളുടെ ഉയരത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലെത്തിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.